ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നെഗസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. ഇതിനെ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അരമുറി ലെമൺ ജ്യൂസ്. ഇതൊക്കെ ചേർത്ത് നമുക്ക് ആദ്യം അരച്ചെടുക്കണം. നമുക്ക് ആദ്യം ഇത് അരച്ചിട്ട് വരാം. നമുക്ക് ആദ്യം മിക്സി ജാറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ലെമൺ ജ്യൂസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ വീണ്ടും അരച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കണമൊക്കെ നേരത്തെ പറയാൻ വിട്ടു. ഈ സമയത്താണ് സോയ സോസ് ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1 മുട്ട, കുറച്ച് ബ്രെഡ് ക്രംസ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇനി മിക്സ്ചർ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര കനത്തിലാണോ വേണ്ടത് അതുപോലെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് കൈക്ക് ഒട്ടുകയാണെങ്കിൽ കുറച്ച് എണ്ണ കൊണ്ട് ഇതുപോലെ തടിയിട്ട് ഷേപ്പാക്കി വെക്കാം. ഞാൻ ഇതുപോലെ 4 പീസാക്കിലൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തർക്ക് വേണ്ട ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മുട്ടയിൽ മുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ കട്ട്ലേറ്റും നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ നെഗസ്റ്റ് എല്ലാം ഇവിടെ ഞാൻ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിനി ചൂടായ എണ്ണയിലിട്ട് വെച്ചെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നെഗസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടായ എണ്ണയിൽ നിന്ന് ചൂടെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള നെഗസ്റ്റ് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് നെഗസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.